1 രാജാക്കന്മാർ അധ്യായം 2. മരണം അടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു: മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. സെരൂയായുടെ മകൻ യോവാബ് എന്നോട് ചെയ്തതെന്തെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇസ്രായേലിലെ 2 സൈന്യാധിപന്മാരെ, നേറിൻ്റെ മകൻ അബ്നേറിനെയും യാഥേറിൻ്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി. യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാനകാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു. അവൻ നിരപരാധരെ കൊലപ്പെടുത്തി. അങ്ങനെ എൻ്റെ പാതകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു. ആകയാൽ നീ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക. അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത്. എന്നാൽ ഗിലെയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ. നിന്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ബഹൂറീംകാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷെമയി നിന്നോടുകൂടെയാണല്ലോ. ഞാൻ മഹാനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണ് അവൻ. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. അവനോട് എന്തു ചെയ്യണമെന്ന് നിനക്കറിയാം. നീ ബുദ്ധിമാനാണല്ലോ. അവൻ്റെ നരച്ച തല രക്തരൂഷിതമായി പാതാളത്തിലെത്തട്ടെ. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലമിലും. പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. അങ്ങനെയിരിക്കെ ഹഗീത്തിൻ്റെ മകൻ അദോനിയ സോളമൻ്റെ അമ്മ ബത്ശബായെ ചെന്ന് കണ്ടു. നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൗഹാർദ്ദപരം തന്നെ. എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് പറയുക, അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറിച്ച് സംഭവിച്ചു. എൻ്റെ സഹോദരൻ രാജാവായി. ഇത് കർത്താവിൻ്റെ ഹിതമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. അത് തള്ളിക്കളയരുത്. എന്താണെന്ന് പറയുക, അവൾ പറഞ്ഞു. അവൻ അഭ്യർത്ഥിച്ചു, ഷൂനാംകാരി അഭിഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം. അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ശരി, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം, അവൾ പറഞ്ഞു. ബത്ശബ അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിൻ്റെ വലതുഭാഗത്തിരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു, തള്ളിക്കളയരുത്, അവൾ പറഞ്ഞു. എന്താണമ്മേ അത്? പറയുക, ഞാൻ തള്ളിക്കളയുകയില്ല, അവൻ മറുപടി പറഞ്ഞു. ഷൂനാംകാരി അഭിഷാഗിനെ നിന്റെ സഹോദരൻ അദോനിയായിക്ക് ഭാര്യയായി കൊടുക്കണം, അവൾ പറഞ്ഞു. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു:
ഷൂനാംകാരി അബിഷാഗിനെ അദോനിയായ്ക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജ്യവും അവന് വേണ്ടി ചോദിക്കാമല്ലോ, അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ. പുരോഹിതൻ അബിയാഥറും സെരൂയായുടെ മകൻ യോവാബും അവൻ്റെ പക്ഷമാണല്ലോ. അനന്തരം സോളമൻ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു, അദോനിയായുടെ ഈ അഭ്യർത്ഥന അവൻ്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി. അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്കൊരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണേ, അദോനിയ ഇന്ന് തന്നെ മരിക്കണം. സോളമൻ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് യഹോയാദായുടെ മകൻ ബനായ അദോനിയായെ വധിച്ചു. പുരോഹിതൻ അബിയാഥറിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ജന്മദേശമായ അനാത്തോത്തിലേക്ക് പോവുക. നീയും മരണശിക്ഷയ്ക്ക് അർഹനാണ്, എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുമ്പിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു. സോളമൻ അബിയാഥറിനെ കർത്താവിൻ്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇങ്ങനെ കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളി ചെയ്തത് നിറവേറി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർകോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയായുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹോയാദായുടെ മകൻ ബനായയെ അയച്ചു. ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു. വരികയില്ല, ഞാനിവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി. യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്ന് കുഴിച്ചിടുക എന്ന് രാജാവ് ബനായയോട് കൽപ്പിച്ചു. അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക. അവൻ്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ. ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യാഥേറിൻ്റെ മകനുമായ അമാസയെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാളിനിരയാക്കി. അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ. അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും. ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും. യഹോയാദായുടെ മകൻ ബനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവൻ്റെ ഭവനത്തിൽ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോയാദായുടെ മകൻ ബനായയെ സൈന്യാധിപനായി നിയമിച്ചു. അബിയാഥറിന് പകരം പുരോഹിതൻ സാദോക്കിനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ഷെമേയിയെ വരുത്തി അവനോട് പറഞ്ഞു, ജെറുസലമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക, അവിടം വിട്ടു പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് ഓർമ്മിച്ചുകൊള്ളുക. നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി. ശരി, രാജാവായ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് ഷെമേയി പറഞ്ഞു. അങ്ങനെ കുറേ കാലം അവൻ ജെറുസലമിൽ വസിച്ചു. 3 വർഷത്തിന് ശേഷം ഷെമേയിയുടെ 2 അടിമകൾ മാഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. തൻ്റെ അടിമകൾ ഗത്തിൽ ഉണ്ടെന്ന് ഷെമേയി അറിഞ്ഞു. അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു. അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ഷെമേയി ജെറുസലം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമൻ അറിവ് കിട്ടി. രാജാവ് ആളയച്ച് ഷെമേയിയെ വരുത്തി പറഞ്ഞു, ജെറുസലം വിട്ടു പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ്.
പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത്? എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു? രാജാവ് തുടർന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും. രാജാവ് യെഹോയാദയുടെ മകൻ ബെനായയോട് കൽപ്പിച്ചു. അവൻ ഷിമെയിയെ വധിച്ചു. അങ്ങനെ രാജ്യം സോളമന്റെ കയ്യിൽ സുസ്ഥിരമായി. Chapter 2. When the time of David's death drew near, he gave these instructions to his son Solomon. I am going the way of all mankind. Take courage and be a man. Keep the mandate of the Lord your God, following his ways and observing his statutes, commands, ordinances, and decrees as they are written in the law of Moses, that you may succeed in whatever you do, wherever you turn. And the Lord may fulfill the promise he made on my behalf when he said, If your sons so conduct themselves that they remain faithful to me with their whole heart and with their whole soul, you shall always have someone of your line on the throne of Israel. You yourself know what Joab son of Zeruiah did to me when he slew the 2 generals of Israel's armies, Abner son of Ner and Amasa son of Jether. He took revenge for the blood of war in a time of peace, and put bloodshed without provocation on the belt about my waist, and on the sandal on my foot. Act with the wisdom you possess. You must not allow him to go down to the grave in peaceful old age. But be kind to the sons of Barzillai the Gileadite, and have them eat at your table, for they received me kindly when I was fleeing your brother Absalom. You also have with you Shimei, son of Gera, the Benjamite of Bahurim, who cursed me balefully when I was going to Mahanaim. Because he came down to meet me at the Jordan, I swore to him by the Lord that I would not put him to the sword. But you must not let him go unpunished. You are a prudent man, and will know how to deal with him, to send down his hoary head in blood to the grave. David rested with his ancestors and was buried in the city of David. The length of David's reign over Israel was 40 years. He reigned 7 years in Hebron and 33 years in Jerusalem. When Solomon was seated on the throne of his father David, with his sovereignty firmly established, Adonijah son of Haggith went to Bathsheba, the mother of Solomon. "Do you come as a friend?" she asked. "Yes," he answered, and added, "I have something to say to you." She replied, "Say it." So he said, "You know that the kingdom was mine, and all Israel expected me to be king. But the kingdom escaped me and became my brother's, for the Lord gave it to him. But now there is one favor I would ask of you. Do not refuse me." And she said, "Speak on." He said, "Please ask King Solomon, who will not refuse you, to give me Abishag the Shunammite for my wife." "Very well," replied Bathsheba, "I will speak to the king for you." Then Bathsheba went to King Solomon to speak to him for Adonijah, and the king stood up to meet her and paid her homage. Then he sat down upon his throne, and a throne was provided for the king's mother, who sat at his right. "There is one small favor I would ask of you," she said. "Do not refuse me." "Ask it, my mother," the king said to her, "for I will not refuse you." So she said, "Let Abishag the Shunammite be given to your brother Adonijah for his wife." "And why do you ask Abishag the Shunammite for Adonijah?" King Solomon answered his mother. "Ask the kingdom for him as well, for he is my elder brother, and has with him Abiathar the priest and Joab son of Zeruiah." And King Solomon swore by the Lord, "May God do thus and so to me, and more besides, if Adonijah has not proposed this at the cost of his life. And now as the Lord lives, who has seated me firmly on the throne of my father David, and made of me a dynasty as he promised, this day shall Adonijah be put to death." Then King Solomon sent Benaiah son of Jehoiada, who struck him dead. The king said to Abiathar the priest, "Go to your land in Anathoth."
Though you deserve to die, I will not put you to death this time, because you carried the ark of the Lord God before my father David, and shared in all the hardships my father endured. So Solomon deposed Abiathar from his office of priest of the Lord, thus fulfilling the prophecy which the Lord had made in Shiloh about the house of Eli. When the news came to Joab, who had sided with Adonijah, though not with Absalom, he fled to the tent of the Lord and seized the horns of the altar. King Solomon was told that Joab had fled to the tent of the Lord, and was at the altar. He sent Benaiah son of Jehoiada with the order, "Go, strike him down." Benaiah went to the tent of the Lord and said to him, "The king says, 'Come out.' But he answered, 'No, I will die here.' Benaiah reported to the king, "This is what Joab said to me in reply." The king answered, "Do as he has said. Strike him down and bury him, and you will remove from me and from my family the blood which Joab shed without provocation. The Lord will hold him responsible for his own blood, because he struck down 2 men better and more just than himself, and slew them with the sword without my father David's knowledge, Abner son of Ner, general of Israel's army, and Amasa son of Jether, general of Judah's army. Joab and his descendants shall be responsible forever for their blood. But there shall be the peace of the Lord forever for David and his descendants, and his house, and his throne." Benaiah son of Jehoiada went back, struck him down, and killed him. He was buried in his house in the desert. The king appointed Benaiah son of Jehoiada over the army in his place, and put Zadok the priest in place of Abiathar. Then the king summoned Shimei and said to him, "Build yourself a house in Jerusalem and live there. Do not go anywhere else. For if you leave and cross the Kidron valley, be certain you shall die without fail. You shall be responsible for your own blood." Shimei answered the king, "I accept. Your servant will do just as the king's majesty has said." So Shimei stayed in Jerusalem for a long time. But 3 years later 2 of Shimei's servants ran away to Achish, son of Maacah, king of Gath, and Shimei was informed that his servants were in Gath. So Shimei rose, saddled his ass, and went to Achish in Gath in search of his servants, whom he brought back. When Solomon was informed that Shimei had gone from Jerusalem to Gath and had returned, the king summoned Shimei and said to him, "Did I not have you swear by the Lord to your clear understanding of my warning that, if you left and went anywhere else, you should die without fail? And you answered, 'I accept and obey.' Why then have you not kept the oath of the Lord and the command that I gave you?" And the king said to Shimei, "You know in your heart the evil that you did to my father David. Now the Lord requites you for your own wickedness. But King Solomon shall be blessed, and David's throne shall endure before the Lord forever." The king then gave the order to Benaiah son of Jehoiada, who struck him dead as he left.